നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയുടെയും അതിരുകൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ പാപ്പരാസി സംസ്കാരം തുടർച്ചയായി ലംഘിക്കുകയാണെന്ന വിമർശനം വീണ്ടും സമൂഹത്തിൽ ശക്തമാവുകയാണ്. പാപ്പരാസി സംസ്കാരത്തിനെതിരെ ഒടുവിൽ രംഗത്തെത്തിയത് മന്ത്രി കൂടിയായ ബിന്ദു കൃഷ്ണയാണ്. മന്ത്രിയായിരിക്കെ പോലും തന്റെ ശരീരത്തിലെ ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ പകർത്തിയെന്നാണ് ആരോപണം. മന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണ സ്ത്രീയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് മന്ത്രിയുടെ തന്നെ ചോദ്യം. നടന്മാരായ സലിംകുമാറിന്റെയും ഭാഗ്യരാജിന്റെയും ഒക്കെ മരണസമയത്ത് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിരുവിട്ട ഇടപെടലുകൾ നമ്മൾ കണ്ടു. അതെല്ലാം ചൂണ്ടിക്കാട്ടി വളരെ ശക്തമായ വിമർശനം കഴിഞ്ഞ ദിവസം നടി മഞ്ജു വാര്യരും ഉന്നയിച്ചിരുന്നു. വ്യക്തി ജീവിതത്തിലേക്കുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾക്ക് വ്യക്തമായ നിയന്ത്രണവും ഉത്തരവാദിത്തവും ഉറപ്പാക്കേണ്ട സമയം അതിക്രമിച്ചോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. വിശകലനങ്ങളുമായി സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. സഹിൻ, ഗുഡ് മോർണിംഗ്. വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഇന്ന് ന്യൂസ് ആംഗിൾ. ഗുഡ് മോർണിംഗ്. ഈ വളരെ പ്രസക്തമായൊരു കാര്യമാണ് സഹിൻ നമ്മളിന്ന് ന്യൂസ് ആംഗിളിൽ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അനുവാദം കൂടാതെ, കാരണം ഒരാൾ പൗരസ്വാതന്ത്ര്യം ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ? ഒരാൾക്ക് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അനുവാദം കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരികയും നമ്മുടെ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കുകയും അതിന് വേറൊരു ആംഗിൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരം ഇന്ന് വലുതാകുന്നുണ്ട്, വളരുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത് ഇന്നലെ മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. തൻ്റെ ശരീരഭാഗങ്ങൾ ആവശ്യമില്ലാതെ അത് ഷൂട്ട് ചെയ്യുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു എന്ന് ഒരു മന്ത്രിക്ക് വന്നൊരു സമൂഹത്തോട് പറയേണ്ട ഒരു ഗതികേട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ ഇതിനൊരു കടിഞ്ഞാണിടേണ്ട സമയമായിട്ടില്ലേ സഹിൻ? എത്ര നാൾ ഇത് സഹിക്കേണ്ടി വരും? തീർച്ചയായിട്ടും ചെയ്തു, തീർച്ചയായിട്ടും. അതായത് സ്ത്രീകളുടെ അടക്കം, അവരുടെ ശരീരഭാഗങ്ങൾ അടക്കം ഇത്തരത്തിൽ ഒരു രീതിയിലും ക്ഷമിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മൾക്കറിയാം, സിനിമാ തിയേറ്ററുകളിലെല്ലാം പോകുമ്പോൾ ഇത് നിരന്തരം അനുഭവിക്കേണ്ടി വരുന്ന പല സ്ത്രീകളുമുണ്ട്. അവർ പല ഘട്ടങ്ങളിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. പലരും പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നമ്മൾക്കറിയാം. മാത്രമല്ല, ഒരു മരണവീട്ടിൽ കാണിക്കേണ്ട മര്യാദകൾ പോലും പല ഘട്ടങ്ങളിലും കാണിക്കുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടൻ സലിംകുമാറിൻ്റെ മരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അന്നും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കാണിച്ചു വെച്ച കാര്യങ്ങൾ അതൊക്കെ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം നടി മഞ്ജു വാര്യരും ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പോലും പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പുരുഷന്മാരെക്കാളൊക്കെ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഈ കാര്യത്തിൽ അറിയാമല്ലോ, അവർ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ശരീര ഭാഗങ്ങൾ ഏതെല്ലാം രീതിയിൽ കാണിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഷൂട്ട് ചെയ്ത് അത് ഒരു മര്യാദയും ഇല്ലാത്ത രീതിയിൽ അത് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ നടപടികൾ ഇതിനെതിരെ വേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയതാണ്. ഇത്തരം കാര്യം നിയന്ത്രിക്കേണ്ടതായി വരും, അവർക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് പോകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായൊരു നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ചെയ്തു അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം സഹിൻ. കാരണം ഇതിനൊക്കെ ഒരു കടിഞ്ഞാൻ വേണം, എല്ലാത്തിനും ഒരു മിതത്വം വേണമല്ലോ അല്ലേ? അധികമായാൽ അമൃതവും വിഷം എന്നാണല്ലോ പറയാറ്. എല്ലാത്തിനും ഒരു മിതത്വം വേണം, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം.